പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാസപ്പടി കേസിൽ ശശിധരൻ കർത്തയുടെ ഭാര്യയും മകനും ED ഓഫീസിൽ ഹാജരായെന്ന വാർത്തയാണ്. ജയ കർത്തയും ശരണസ് കർത്തയുമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ദിവസം. നാളെയാണ് വീണ ടി ഹാജരാവേണ്ടത്. രണ്ടാമതയച്ച സമൻസിൻ്റെ ഭാഗമായി ബുധനാഴ്ച നാളെയാണ് ഹാജരാവേണ്ടത്. നാളെ വീണ ഹാജരാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി വരുന്നുണ്ട്. നേരത്തെ അഭിഭാഷകൻ മുഖേന കേസിന് രേഖകൾ കൈമാറിയെങ്കിലും അത് പോരാ, നേരിട്ട് ഹാജരാവണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ഇതാ നമ്മുടെ ദൃശ്യം കാണുകയാണ്. ശശിധരൻ കർത്തയുടെ മകനും ഒപ്പം തന്നെ ഭാര്യയും ഈ കേസിൽ കമ്പനിയുടെ ഡയറക്ടർമാരെന്ന രീതിയിൽ അവർ EDയുടെ ഓഫീസിൽ ഹാജരാവുകയാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ്. നേരത്തെ EDയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ CMRL ഹർജി നൽകിയിരുന്നെങ്കിൽ കൂടിയും അത് അവർക്ക് അനുകൂലമായില്ല. ഒടുവിൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനമാണ്. ഒരു വലിയ പെട്ടിയൊക്കെ ആയിട്ടാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ രേഖകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കോടതിയിൽ EDക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരും എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അത്തരം നീക്കങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ശശിധരൻ കർത്തയുടെ ഭാര്യ അടക്കമുള്ളവർ കോടതിയിൽ ഹാജരാവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ശശിധരൻ കർത്തയ്ക്ക്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹാജരാവില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതാ ഇപ്പോൾ ഈ CMRL കമ്പനിയുടെ ഉടമസ്ഥരായ ശശിധരൻ കർത്തയുടെ ഭാര്യയും ഒപ്പം തന്നെ മകനും അടക്കമുള്ളവരാണ് ED ഓഫീസിലേക്ക് എത്തുന്നത്. അന്വേഷണം നടക്കുകയാണ്. സ്വാഭാവികമാണ്, വലിയ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നാളത്തെ ദിവസം പ്രധാനമാണ്. കാരണം വീണ ടി നാളെ ഹാജരാവണം. അവർ ഹാജരാകുമോ ഇല്ലയോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി നാളെ വ്യക്തതയുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ചോദ്യം ചെയ്യൽ എത്ര സമയം നീളും, അതോ പെട്ടെന്ന് വിട്ടയക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി മാറുകയാണ്. എല്ലാ EDയുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായ കാര്യങ്ങൾ നൽകേണ്ടി വരും. ED അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ്. ഇക്കാര്യമാണ് അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിശോധിക്കുക. വീണ ടിക്ക് നൽകിയ പണം, അതിൻ്റെ സോഴ്സ്, ഒപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ കണക്കെടുപ്പ്, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടി വരും. ശശിധരൻ കർത്തയുടെ മക്കളും ഒപ്പം പത്നിയുമടക്കം EDക്ക് മുന്നിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയാണ്. ചോദ്യമുനയിലാണ്. ഇത് സംബന്ധിച്ച് വീണ ടിക്ക് നൽകിയ പണം, അതിൻ്റെ സോഴ്സ്, അതിനവർ നൽകിയ സേവനം, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടി വന്നും. കള്ളപ്പണം സംബന്ധിച്ച അന്വേഷണമാണെങ്കിൽ കൂടിയും അനുബന്ധ ചോദ്യങ്ങൾ നിരവധി ഉണ്ടാവും. ആ അനുബന്ധ ചോദ്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടി വരും എന്നതാണ് സാഹചര്യം. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഡാനി, വളരെ പ്രധാനമാണ്. വീണ ടി നാളെ ഹാജരാവാനിരിക്കുകയാണ്. അതിനു മുമ്പാണ് ഇപ്പോൾ ഇവർ കൂടി ഹാജരാവുന്നത്. എന്താണ് നീക്കം? ചോദ്യം ചെയ്യൽ എത്ര സമയം നീണ്ടു നിൽക്കാനാണ് സാധ്യത? സാധാരണഗതിയിൽ ചോദ്യം ചെയ്യൽ വൈകുന്നേരം വരെ തുടർന്നു പോകാനാണ് സാധ്യത. ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇന്നും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നിപ്പോൾ ഹാജരായതേയുള്ളൂ. രണ്ടുപേരുടെയും വിശദാംശങ്ങളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. നേരത്തെയും ഇവരെ കമ്പനികളിൽ നടത്തിയ പരിശോധനകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് CMRLന്റെ അനുബന്ധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങളിലാണ് പരിശോധനകൾ നടന്നിരുന്നത്. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ എല്ലാവരെയും തന്നെ ഈ CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യാനും ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യാനും എല്ലാം തന്നെ വിളിച്ചത്. ഇന്നലെ വിളിച്ച ഷിബി എസ് കർത്ത, അവര് ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഡയറക്ടർ ആയിരുന്നു. ആ സ്ഥാപനത്തിലെ മറ്റ് ഡയറക്ടർമാരടക്കമുള്ളവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരണസ് കർത്ത ജോയിന്റ് MD ആണ്. അതോടൊപ്പം തന്നെയാണ് ജയ കർത്ത, ശശിധരൻ കർത്തയുടെ ഭാര്യ. അവരും CMRLുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഡയറക്ടർ ബോർഡ് അതിലെല്ലാം തന്നെ പങ്കാളിത്തമുള്ളവരാണ്. ഇവരാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഏതാണ്ട് വൈകിട്ട് വരെ നീണ്ടു നിൽക്കുമെന്ന് തന്നെ. സാധാരണഗതിയിൽ ചോദ്യം ചെയ്യൽ വിളിച്ചാൽ അത് വൈകുന്നേരം വരെയും അത്തരം ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോകാം. അത് തന്നെയായിരിക്കും ഈ ദിവസവും സംഭവിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കുറച്ച് സമയമെടുത്തേക്കാം. ചോദ്യം ചെയ്യൽ നീണ്ടുപോകാനാണ് സാധ്യത. സാധാരണ രീതി വൈകിട്ട് വരെ ചോദ്യം ചെയ്യലാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട രേഖകളൊക്കെ കൈമാറേണ്ടി വരും. ഡാനി, നാളെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വീണ ടി ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യം. അവധി അപേക്ഷകളോ അങ്ങനെ നീക്കങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹാജരാവേണ്ടി വരും നാളെ തന്നെ, അല്ലേ? നാളെ തന്നെ ഹാജരാവാനാണ് സാധ്യത. കാരണം മറ്റ് അവധി അപേക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇതുവരെയും അത്തരം സൂചനകളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ശശിധരൻ കർത്തയാണ്
ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ കാരണങ്ങൾ അദ്ദേഹം നേരത്തെയും തന്നെ രോഗാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ചില അവധി അപേക്ഷകളടക്കം നൽകിയതായിട്ട് സൂചനയുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഹാജരാകുന്നത് തന്നെയാണ്. വീണ ആദ്യഘട്ടത്തിൽ ഒരു അവധി അപേക്ഷ നൽകുകയും 5 ദിവസത്തെ അവധിക്ക് അപേക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ തീയതി നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് നാളെ ഹാജരാകുകയും വേണം. എന്തായാലും മറ്റ് അവധി അപേക്ഷകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെയും ആ രീതിയിലുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നു. ഇവർ നാളെ ഹാജരാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഈ ഒരു 2-3 തവണയെങ്കിലും ഓഫീസിന് മറുപടി നൽകാനുള്ള നോട്ടീസ് നൽകുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടാകാറുണ്ട്. 3 തവണയടക്കം ഈ അവധി അപേക്ഷകളടക്കം നൽകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വീണ ഇതിൽ ആദ്യത്തെ അവധി അപേക്ഷ നൽകിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തേത് അതിന്റെ സാഹചര്യത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെ ഹാജരാകാനാണ് നൽകിയിരിക്കുന്നത്. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അവധി അപേക്ഷകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. നാളെ വളരെ നിർണായകമായൊരു ചോദ്യം ചെയ്യലിന് വീണ ഹാജരാകേണ്ടി വരും. ED ഓഫീസിൽ ഹാജരാകേണ്ടി വരും. ED ഓഫീസിന് പരിസരം നിലവിൽ തന്നെ ഇപ്പോൾ പോലീസിന്റെ ബാരിക്കേഡുകളടക്കം ഈ പതിവില്ലാത്ത രീതിയിൽ ഒരു പ്രതിഷേധ സാഹചര്യങ്ങളടക്കം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. ഏതായാലും അത്തരം പോലീസിന് വിന്യസിച്ചിട്ടുണ്ട് ഇതായിട്ട്. അതോടൊപ്പം തന്നെ പോലീസ് ബാരിക്കേഡുകളടക്കം എത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഏതെങ്കിലും രീതിയിലൊരു പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും വീണ നാളെ ഹാജരാകുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു വിവരങ്ങൾ. മറ്റ് അവധി അപേക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ പുതുതായിട്ട് നൽകിയിട്ടില്ല എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ ED സംഘം എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ കണ്ടതാണ്. വീണ ടി നാളെ ചോദ്യം ചെയ്യലിനെത്തിയാൽ അവിടെ വലിയ സുരക്ഷ, എന്തെങ്കിലും മുൻകരുതൽ കണ്ടുള്ള സുരക്ഷയാണോ? സംസ്ഥാന പോലീസാണോ അതോ CRPF സംവിധാനങ്ങളാണോ അവിടെ ഒരുങ്ങിയിരിക്കുന്നത്? കേന്ദ്രസേനയാണോ? കേരള പോലീസാണ്. നമുക്കൊരു ദൃശ്യങ്ങളിൽ കാണാമെങ്കിൽ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ പോലീസ് സംവിധാനമുള്ളത്. സാധാരണഗതിയിൽ ED ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ സംവിധാനങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തുണ്ടാകാറില്ല. CRPF ആണ് അതിന് നൽകുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് പോലീസിന്റെ ഈ ബാരിക്കേഡുകളടക്കം നിരത്തിയിട്ടുണ്ട്. അത് അത്ര പതിവില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ്. അതൊരുപക്ഷെ നാളെ ഉള്ള ഒരു ചോദ്യം ചെയ്യലിൽ അത്തരമൊരു പ്രതിഷേധ സാഹചര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിനെ അടക്കം ഇവിടെ ഇപ്പോഴേ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കേസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ED മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നിർണായകമായൊരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മാസപ്പടി കേസ് മുന്നോട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഉയർന്നിരുന്നൊരു ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യുമോ എന്നതായിരുന്നു. അത് ആ ഒരു ചർച്ചകളും കാര്യങ്ങളും കുറേ നാളധികം നീണ്ടുപോവുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് എത്തുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ സാഹചര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് ഉയരുകയും ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ, അതിൻ്റെ ഒരു അനുബന്ധ കേസുകളടക്കം നടക്കുന്നു. അതിൽ ED കക്ഷി ചേരാനുള്ളൊരു സാധ്യത വളരെ സജീവമായി നിലനിൽക്കുന്നു. CPM നേതാക്കളിലേക്കടക്കം അന്വേഷണം വേണമെന്നൊരു നിലപാടിലേക്ക്, കാരണം അതൊരു ആസൂത്രിതമായിരുന്നു. അതുകൊണ്ട് തന്നെ CPM നേതാക്കളിലേക്കടക്കം ഒരു അന്വേഷണം നീളണം എന്ന ഒരു നിലപാടിലേക്ക് ED വരികയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ വീണ്ടും വീണയെ ചോദ്യം ചെയ്യുന്നതിന് കൊച്ചി ED ഓഫീസിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധ സാഹചര്യങ്ങളോ EDക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ രീതിയിലുള്ള ഒരു കരുതൽ ഉണ്ടാകുന്നത്. ബാരിക്കേഡുകളടക്കം ഇവിടെ റോഡിൽ നിരത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് വളരെ നിർണായകമായ ചോദ്യം ചെയ്യലുകളാണ് കടന്ന് പോകുന്നത്. അതിൽ CMRന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഡയറക്ടർ ബോർഡിലുള്ളതാണ് ശശിധരൻ കർത്തയുടെ ഭാര്യയും മകൻ ജോൺ MD കൂടിയാണ് CMRന്റെ. അവരിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങിയിരിക്കുന്നു. അവർ ആരും തന്നെയും അവധി അപേക്ഷയോ മറ്റു കാര്യങ്ങളോ നൽകാതെ തന്നെ വളരെ കൃത്യമായിട്ട് ഇന്നും ഇന്നലെയുമായിട്ട്
ഹാജരാകുകയും ചെയ്യുന്നു എന്നതാണ്. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണയെ അടുത്ത ദിവസത്തേക്ക് വീണയെ ഹാജരാകാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നേരത്തെയും തന്നെയും ED വളരെ വിപുലമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുന്നത്. ഇതിനു വേണ്ടി SFIയുടെ കുറ്റപത്രത്തിലെ പ്രധാന ഭാഗങ്ങളടക്കം ഇതെന്താണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ തുക നൽകിയിരിക്കുന്നത് ഏത് രീതിയിലാണ്, അത് എവിടെയെങ്കിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങളടക്കം ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ വലിയ തയ്യാറെടുപ്പോടുകൂടി ED മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യൽ നാളെ നടക്കുകയും ചെയ്യുന്നു. അതിന് മുന്നോടിയായി CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളടക്കമാണ് EDക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ വൈകിട്ട് വരെ നീളാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ മകൾ ഷിബി എസ് കർത്തയും ചോദ്യം ചെയ്ത് വൈകിട്ടാണ് വിട്ടയച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ രീതിയിലേക്ക് തന്നെയാവും കാര്യങ്ങൾ പോകുക. വൈകിട്ട് വരെ ചോദ്യം ചെയ്യലിനേക്കാം. ശശിധരൻ കർത്തയുടെ ഭാര്യയും 2 മക്കളുമാണ് ഇന്ന് ഹാജരായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പോവും. നാളെയാണ് വീണ T അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുക.